ശബ്ദാനുകരണ കലയാണ് മോണോ ആക്ട്. അതിൽ പെർഫോമൻസ് ചെയ്യണമെങ്കിൽ ഇത്തിരി കഴിവ് തന്നെ വേണം. കാരണം ജഡ്ജസിനെ കയ്യിലെടുത്ത് വേണം ഒന്നാം സ്ഥാനം നേടാൻ. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മത്സരാർത്ഥിയും അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിച്ച സഹോദരങ്ങളും നമ്മളോടൊപ്പമുണ്ട്. ആദ്യം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആ വിദ്യാർത്ഥിനിയെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്? കൃഷ്ണസാനിക. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കയ്പമംഗലം ഫിഷറീസ്. ഏത് സ്റ്റാൻഡേർഡിലാണ്? +1. ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം. ഇതിപ്പോൾ കലോത്സവ വേദിയിൽ എത്ര തവണ? മോണോ ആക്ടിലാണ് രണ്ടാമത്തെ തവണ ജില്ലയ്ക്ക് വരണം. വേറെ ഇനങ്ങളിൽ മത്സരിക്കുന്നുണ്ട്? ഉണ്ടായി, ഉപജിലുണ്ടായി, പിന്നെ കയറിയില്ല. ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ബ്രദേഴ്സാണ്, സഹോദരങ്ങളാണ് പരിശീലകർ. അതൊരു കൗതുകകരമായ ഒരു വാർത്ത തന്നെയാണ്. നമുക്ക് ഇവരെ നമ്മൾ നേരത്തെയും പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുത്തിട്ടുള്ള രണ്ട് പരിശീലകരാണ്. എന്തൊക്കെ ഇനങ്ങൾ എന്ന് നമുക്കറിയാം. മൂകാഭിനയം അടക്കം. എന്തായാലും നമുക്ക് മാഷോട് തന്നെ ചോദിച്ചറിയാം. മാഷ് നേരിട്ട് തന്നെ പറഞ്ഞോളൂ. പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ നാടകരംഗത്ത് നിൽക്കുകയാണ്. മൂകാഭിനയം കഴിഞ്ഞ ദിവസം മത്സരം കഴിഞ്ഞിരുന്നു, ഒന്നാം സ്ഥാനമുണ്ട്. ഇപ്പം ഇന്ന് മോണോ ആക്ട് കഴിഞ്ഞു, ഒന്നാം സ്ഥാനമുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ അത്തരമൊരു ഹയർ സെക്കൻഡറി പെൺകുട്ടികളുടെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും അടിച്ചു കയറി പങ്കെടുക്കുന്നൊരു ഇനമാണ്. അപ്പോൾ അതിൽ ഒരു ഫസ്റ്റ് കിട്ടുക, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് പോകാൻ കഴിയുക, ഒരുപാട് സന്തോഷത്തിലാണ്. അനിയൻ്റെ രചനയിലാണ് ഞാൻ സംവിധാനം ചെയ്ത് ഫസ്റ്റായിട്ടുള്ളത്. അപ്പോൾ പുതിയ വിഷയം നമ്മൾ അനിയൻ എഴുതുന്നു, അത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു. എന്തായിരുന്നു ഇത്തവണത്തെ വിഷയം? നമ്മൾ UP-യിൽ ദളിത് യുവാവിൻ്റെ തലയിലേക്ക് യൂറിൻ പാസ് ചെയ്ത്, അപ്പോൾ അവർ ദളിത് യുവാക്കളെ ഭാരതം അല്ലെങ്കിൽ ഭാരതത്തിനകത്തുള്ള ഭാരതീയ സംസ്കാരം എന്ന് വിളിച്ചോതുന്ന ആളുകൾ എങ്ങനെ കാണുന്നു, ദളിതരെ എങ്ങനെ ചവിട്ടി മെതിക്കുന്നു, ഇത് വെച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ UP-ക്കകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ കേരളത്തിൽ കോഴിക്കോട് വിശ്വനാഥന് സംഭവിച്ച കാര്യം ഇത് വെച്ചുകൊണ്ട് കുറത്തി കവിത ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കടമ്മനിട്ടയുടെ കുറത്തി കവിതയെ ബേസ് ചെയ്തിട്ടാണ് അനിയൻ അബിൻ രവീന്ദ്രൻ രചന നിർവഹിച്ചത്. കൂടുതൽ നമുക്ക് ചോദിക്കാം അല്ലേ? അതന്നെ, കൂടുതൽ നമുക്ക് അനിയനോട് ചോദിക്കാം. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇനി അനിയൻ്റെ വാക്കുകളിൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് നടക്കുന്ന സംഗതികളെ സംബന്ധിച്ചാണ് ഓരോ സ്ക്രിപ്റ്റുകളും മേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ചേട്ടൻ്റെയും കൂടി നിർദ്ദേശത്തിലും നമ്മളത് ഓരോ കഥാപാത്രങ്ങളെ എങ്ങനെ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദളിത് യുവാവിനുണ്ടായ ഒരു ദളിത് യുവാവിന് ഒരു മേൽജാതിക്കാരിൽ നിന്ന് വിശപ്പ് ദാഹിക്കുന്നു, വിശക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് മൂത്രാഭിഷേകം നടത്തിയ മേൽജാതി കോയ്മയെയും, അതുപോലെ തന്നെ ഇപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വിശപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രൂപം കണ്ടുകൊണ്ട് ഓരോരുത്തരെ വിലയിരുത്തി ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്ന കാലം. ആദിവാസി യുവാവ് വിശ്വനാഥനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തിട്ട് കടമ്മനിട്ടയുടെ കുറത്തി എന്ന കവിതയിലെ ചില വരികളെയും കൂടി അവലംബിച്ചിട്ടാണ് ഈ ഏകാഭിനയം നമുക്ക് സാധിച്ചത്. അതിൻ്റെ ഡിസൈനിങ്ങൊക്കെ ചേട്ടനാണ്, അനീഷ് രവീന്ദ്രനാണ് ചെയ്തത്. മോളത് കൃഷ്ണസാനിക മനോഹരമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചു. വിധികർത്താക്കളും ഒപ്പം ഓഡിയൻസും അത് കാര്യമായിട്ട് അത് ഏറ്റെടുത്തു. വലിയ സന്തോഷമാണ്. ഇനി നമുക്ക് ആ പെർഫോമൻസ് കാണാം. ഏകാഭിനയം എന്ന മൂകാഭിനയത്തിലെ ആ പെർഫോമൻസ്. കണ്ണു തുറന്നൂലോ, എങ്കടെ പ്രാർത്ഥന കേട്ടല്ലോ ചെങ്ങായിയെ, പെണ്ണ് പെറ്റൂന്ന്. ഞാൻ ആസ്പത്രിയില് പോയി വരാ. ചേട്ടാ, ഒരു കുഞ്ഞുടുപ്പ്, കുറച്ച് കരിവള, ഒരു കിലുക്ക, എത്രയായി? ഓൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഉണ്ടായിരുന്നതൊക്കെ തീർന്നല്ലോ. നിന്നെ കാണുമ്പോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അതെ അതെ, ഓന്റെ തടിച്ച ചുണ്ടും പതിഞ്ഞ മൂക്കും കാപ്പിരി തലയ മുടിയും ഈ കാട്ടുവാസി ഒരു കള്ളനാന്നാ തോന്നണേ. ഓയ് നമ്പീശ, അവനെ ഒന്ന് പിടിച്ചു നിർത്തിക്കേ. ഇവിടെ കുറെ സാധനങ്ങൾ കാണാതാവുന്നുണ്ട്.
എന്തൊക്കെയായി എത്ര കാലം മോഹിച്ചു ഒടുവേ നിങ്ങൾ പോയില്ലേ മനുഷ്യ എന്റെ കെട്ടിയോനെ കൊണ്ടുപോയില്ലേ വല ദൈവങ്ങളെ എന്റെ മോനെ മലദീപങ്ങള് വിളിച്ചതല്ലോ കൊന്നതല്ലേ കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ കാട്ടേ കഴിയണ ഞങ്ങൾക്കിപ്പോ കാട്ടുമൃഗങ്ങളെക്കാ പേടി കാട്ടുവാസികളെയാ കടും നാടാക്കി ലോകം മുടിക്കണ നിങ്ങളുടെ മക്കളുടെ ചിരക്ക് തന്നെയാ കൊള്ളി വെക്കണേന്ന് മനസ്സിലാക്കിക്കോ നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിവാടം കുളം തോണ്ടുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നന്ദി വളരെ മനോഹരമായിരിക്കുന്നു. കാരണം ശരിക്കും വേദിയും കണ്ടുവന്ന കാണികളും കരഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. എന്താണ് പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ഒരു അഭിപ്രായം കിട്ടിയത്? എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ടായി, പിന്നെ എല്ലാം നന്ദിയെന്ന് പറഞ്ഞു. പിന്നെ വിവിധ ശബ്ദ മോഡുലേഷൻ എടുക്കുന്നു. അപ്പോൾ ഉച്ചത്തിലും താഴ്ത്തിയും പല ശബ്ദം എടുക്കുന്നുണ്ട്. ശബ്ദാനുകരണ കലയാണ്. പക്ഷേ അത് ഇങ്ങനെ പ്രാക്ടീസ് അടിക്കടിക്ക് ചെയ്യുമ്പോൾ ശബ്ദമൊക്കെ പോവുക എങ്ങനെയാണ്? അത് ചെയ്യും. അപ്പോൾ സാറുമാർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ മോഡിഫൈ ആക്കി തരും. അപ്പോൾ പെർഫെക്ഷൻ ആക്കി രണ്ടുപേരും തന്നു. എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോയിട്ടും മിന്നുന്നൊരു വിജയം തന്നെ നേടാനാകട്ടെ എന്ന് ആശംസിക്കുന്നു.